നമസ്കാരം. 20th അവറാണ് നിഗൂഢതകളുടെ 20-ാം മണിക്കൂർ. തിരുവല്ലയിലെ ആ സ്പായിൽ അന്ന് ശരിക്കും നടന്നത് എന്താണ്? കൊട്ടേഷനാണെന്നാണ് സ്പാ ഉടമ പറയുന്നത്. പോലീസിന് മാസപ്പടിയായി ഈ സ്പാകളിൽ നിന്നൊക്കെ പണം കിട്ടുന്നുണ്ട് എന്നുള്ള ആരോപണമൊക്കെ വരുന്നു. ഇതൊക്കെ നിഷേധിക്കുന്നുണ്ട് ജില്ലാ പോലീസ് മേധാവി. പക്ഷെ അപ്പോഴും കുറെ ഉത്തരങ്ങൾ ഇനിയും ബാക്കിയാണ്. അതിലേക്ക് വിശദമായെത്താം. സ്വാഗതം 20th അവറിലേക്ക് ഒരിക്കൽ കൂടി. ജേർണലിസ്റ്റ് ചമഞ്ഞ് ബ്ലാക്ക് മെയിലിംഗ്, ഒളിക്യാമറയിൽ പകർത്തിയ സ്വകാര്യ ദൃശ്യങ്ങൾ കാട്ടി ഒരു സർക്കാർ ഉദ്യോഗസ്ഥയിൽ നിന്നും ആവശ്യപ്പെട്ടത് 50 ലക്ഷം രൂപയാണ്. 3 പേർ അറസ്റ്റിൽ. കർണാടകയിലെ ബെലഗാവിയിൽ നിന്നുള്ള വാർത്തയിലേക്കാണ് പോകുന്നത്. ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം തട്ടുന്ന 3 അംഗ സംഘത്തെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ജേർണലിസ്റ്റ് എന്ന വ്യാജേനയാണ് ഇവർ ആസൂത്രിതമായി ഒരു ബ്ലാക്ക് മെയിലിംഗ് റാക്കറ്റ് തന്നെ നടത്തിയിരുന്നത്. ചില്ലറ യൂട്യൂബ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഈ 3 സംഘത്തിന്. സമീർ നിസാർ ഷെയ്ഖ്, അബ്ദുൾ റഷീദ് മക്കന്ദർ, മുഹമ്മദ് ദിലാവർ, ഇവരാണ് 3 പേർ. ഒരു സർക്കാർ ഉദ്യോഗസ്ഥയുടെ കിടപ്പമുറിയിലെ ബൾബ് ഹോൾഡറുകളിൽ ഒളിക്യാമറ സ്ഥാപിക്കുന്നു. എന്നിട്ട് സ്വകാര്യ ദൃശ്യങ്ങൾ അവർ പകർത്തി. ആ സർക്കാർ ഉദ്യോഗസ്ഥരുടെ വീട്ടുജോലിക്കാരന് പണം നൽകിയാണ് ഈ ഒളിക്യാമറകൾ സ്ഥാപിക്കാനുള്ള സാഹചര്യം അവർ സൃഷ്ടിച്ചെടുത്തത്. എല്ലാ ദിവസവും ജോലിക്ക് പോകുമ്പോൾ വീട് പൂട്ടിയ ശേഷം ഇവർ താക്കോൽ വെക്കുന്ന ഒരു സ്ഥലമുണ്ട്. ആ താക്കോൽ വെച്ചിട്ട് പോകുന്ന സ്ഥലം പറഞ്ഞു കൊടുത്തു. അതാണ് ആ വീട്ടുജോലിക്കാരൻ ആ പണം വാങ്ങിയ ശേഷം ചെയ്തത്. അങ്ങനെ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ആ ഉദ്യോഗസ്ഥയുടെ ആൺസുഹൃത്ത് വീട്ടിലെത്തിയപ്പോഴുള്ള സ്വകാര്യ നിമിഷങ്ങൾ ഉൾപ്പെടെ ആ 3 അംഗ സംഘം ക്യാമറയിൽ പകർത്തി. ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ കാട്ടിയാണ് 50 ലക്ഷം രൂപ വേണമെന്ന് അവർ ഭീഷണി മുഴക്കിയത്. ഇല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങൾ വഴി, യൂട്യൂബ് വഴി ഇതൊക്കെ പ്രചരിപ്പിക്കുമെന്നുള്ളതായിരുന്നു ഇവരുടെ ഭീഷണി. യൂട്യൂബർമാരാണല്ലോ, അപ്പോൾ ഞങ്ങൾക്ക് വലിയ വ്യൂവർഷിപ്പ് ഉണ്ട് എന്നുള്ള ഭീഷണിയിൽ ഈ വീട്ടമ്മ കൂടിയായിട്ടുള്ള, അല്ലെങ്കിൽ ഈ സർക്കാർ ഉദ്യോഗസ്ഥയായിട്ടുള്ള ഈ സ്ത്രീയെ വല്ലാതെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തുടങ്ങി. കഴിഞ്ഞ 2 മാസമായി ഈ ഭീഷണി ഉണ്ടെന്നാണ് ഈ ഉദ്യോഗസ്ഥ പോലീസിനോട് പറഞ്ഞത്. എന്തായാലും പോലീസ് അതിൽ ഒരു അന്വേഷണം നടത്തി ചില കെണികൾ അവർക്കായി ഒരുക്കിയിരുന്നു. ആദ്യം പോലീസിനോട് അവർ പരാതിപ്പെട്ടത്. The incident is so that one person known to this lady knew that this lady, when she locks the house, she keeps the key just on her door itself. This information he had shared with these YouTubers. So when this lady was not at the house, they entered the house. They planted one hidden camera in her bedroom. It was like a bulb socket. So even if it is in front of you, you will not know. And using that hidden camera, they again entered the house to recover that camera and captured the private moments of this lady. And using it, they were blackmailing her. They were making demand of 50 lakh rupees. Our Malmarthi police station inspector Shri B.R. Gaddekar and his team have successfully arrested these people. Many digital devices and memory cards have also been secured from them. Now further investigation, we are focusing whether these people have targeted any other such victims, and based on that further course of action will be taken. തുടർച്ചയായി ഭീഷണികൾ. അങ്ങനെ ഏറ്റവും ഒടുവിൽ ഗതികെട്ടാണ് ആ സ്ത്രീ പോലീസിനെ സമീപിച്ചത്. ഈ ഒളിക്യാമറ ചതിക്ക് പാകത്തിനുള്ള കെണിയാണ് പോലീസ് പ്രതികൾക്കായി തിരികെ നൽകിയത്. പണം നൽകാമെന്ന് പ്രതികളെ അറിയിക്കണമെന്ന് പോലീസ് ഈ ഉദ്യോഗസ്ഥയോട് പറയുകയാണ്. അങ്ങനെ ഉദ്യോഗസ്ഥ അതുപ്രകാരം ഈ ഭീഷണി മുടക്കിയിരുന്ന ഇവരോട് പറയുന്നു, ഞാൻ പണം തരാമെന്ന്, 50 ലക്ഷം രൂപ. അങ്ങനെ പോലീസ് നിശ്ചയിച്ച ഇടത്ത് പണം വാങ്ങാൻ ഈ പ്രതികളെത്തി. അവിടെ വെച്ചാണ് പോലീസ് ഈ 3 പേരെയും കുടുക്കിയത്. സാംസങ്ങിന്റെ 2 മുന്തിയ ഫോണുകൾ, ഒരു വിവോ ഫോൺ, 64 GB പെൻഡ്രൈവ്,
6 ഒളിക്യാമറകൾ, 2 OTG ഉപകരണങ്ങൾ, 128 GB 8 മെമ്മറി കാർഡുകൾ എന്നിവയ്ക്കൊപ്പം പ്രതികളുടെ ഒരു ഇന്നോവ ക്രിസ്റ്റ കാറും പോലീസ് സംഘം പിടിച്ചെടുത്തു. ഓൺലൈനിൽ നിന്നാണ് ഈ ബൾബ് ഹോൾഡറിന്റെ മാതൃകയിലുള്ള ഈ ഒളിക്യാമറകൾ ഇവർ സംഘടിപ്പിച്ചത്. ആദ്യമൊക്കെ 1 കോടി രൂപ വേണമെന്നായിരുന്നു ഇവർ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. പിന്നീടാണ് അത് 50 ലക്ഷമാക്കി കുറച്ചത്. എന്താണെങ്കിലും ഇവർ 3 പേര് പിടിയിലായി. ഈ റാക്കറ്റ് മറ്റുള്ളവരെ ഇതുപോലെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം വാങ്ങിയിട്ടുണ്ടോ എന്നുള്ള അന്വേഷണം നടക്കുന്നു. ഒപ്പം ആ സഹായം നൽകിയ വീട്ടുജോലിക്കാരനുണ്ടല്ലോ, അയാളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അന്വേഷണം ഊർജിതമാണെന്ന് പോലീസ് പറയുന്നു. സ്ത്രീകളെ ശല്യം ചെയ്യുന്നത്, അതിക്രമങ്ങൾ അത് പോലീസിന്റെ മൗന സമ്മതത്തോടു കൂടിയാണ്. ഗുണ്ടാപ്പിരിവ് പോലീസിന്റെ കഥയാണെന്നും പിന്നിൽ കൊട്ടേഷനാണെന്നും തിരുവല്ലയിലെ സ്പാ ഉടമ. കേസിൽ പോലീസിനുള്ളിലും ആഭ്യന്തര അന്വേഷണം. ഫെബ്രുവരി 1 തീയതി വൈകുന്നേരം ഏതാണ്ട് 3:30 കൂടിയാണ് 7 അംഗ ഗുണ്ടാ സംഘം തിരുവല്ലയിലെ ആ സ്പായിൽ അതിക്രമിച്ചു കയറി ആ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി പണം ആവശ്യപ്പെട്ടത്. പണം നൽകാതായതോടെ സംഘം കഴുത്തിൽ കത്തിവെച്ച് ആ ജീവനക്കാരെ കൂട്ടമായി ബലാത്സംഗം ചെയ്തു. ഈ ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടിയാണ് നഗരമധ്യത്തിൽ നടന്ന ഒരു ക്രൂര ബലാത്സംഗത്തിന്റെ കഥ പുറം ലോകം അറിയുന്നത്. ഒരുപാട് അവിശുദ്ധ കൂട്ടുകെട്ടുകളുടെ ആരോപണ കഥകളും ഈ ബലാത്സംഗത്തിന്റെ വാർത്ത പുറത്തു വന്നതോടുകൂടി ഉയരുന്നുണ്ട്. പോലീസും ഗുണ്ടകളും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ട് എന്നാണ് ആ സ്പായുടെ ഉടമ ആരോപിക്കുന്നത്. പല സ്പാകളിൽ നിന്നും പോലീസ് ഉദ്യോഗസ്ഥർക്ക് മാസപ്പടി ലഭിക്കുന്നുണ്ട് എന്ന ഗുരുതരമായ ആരോപണവും പരക്കെ ഉയരുന്നു. തിരുവല്ലയിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ജീവനക്കാർ, DYSP ഓഫീസിലെ ഉദ്യോഗസ്ഥർ, മറ്റു ഉയർന്ന ഉദ്യോഗസ്ഥർ എന്നിവർക്കൊക്കെ സ്പാകളിൽ നിന്ന് പണം ലഭിക്കുന്നുണ്ട് എന്നാണ് ആരോപണമായി തോന്നുന്നത്. എന്നാൽ ഈ ആരോപണം തള്ളുകയാണ് ജില്ലാ പോലീസ് മേധാവി ആനന്ദ്. ഇത്തരം ബന്ധമുള്ള പോലീസുകാർ അവർ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അത്തരം പോലീസുകാർക്കെതിരെ നേരത്തെ തന്നെ നടപടി എടുത്തിട്ടുണ്ട് എന്നാണ് പത്തനംതിട്ട SP ആനന്ദ് പറയുന്നത്. ഞങ്ങൾ അങ്ങനെ ഇതിനായിട്ട് ഇങ്ങനെയൊക്കെ ബന്ധമുള്ള ഉദ്യോഗസ്ഥരെ ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് ഞങ്ങൾ അവർക്കെതിരായിട്ട് ശക്തമായിട്ട് നടപടി എടുത്തിട്ടുണ്ട്. വകുപ്പ് തല അന്വേഷണം നടപടി എടുത്തിട്ടുണ്ട്. അതിൽ ഒരു ഉദ്യോഗസ്ഥരെ സസ്പെൻഷൻ അടക്കം ഉള്ളതാണ്. 1 മാസം മുൻപ് ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ സംഭവത്തിൽ നല്ല രീതിയിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. SHO അടക്കമുള്ള ടീം ദേ ആക്ടഡ് വെൽ. ഇനി അന്വേഷണം നല്ല രീതിയിൽ പോകും. നമ്മൾ സമയബന്ധിതമായിട്ട് അന്വേഷണം പൂർത്തിയായി ചാർജ് കൊടുക്കും. അത് മാത്രമല്ല, ഈ പ്രതിക്കെതിരായിട്ടുള്ള കരുതൽ തരങ്ങളും ഞങ്ങൾ ശക്തമായിട്ട് ചെയ്യും. പ്രതി പുറത്തു വരാത്ത രീതിയിലുള്ള എല്ലാ മുൻകരുതൽ നടപടികളും പോലീസിന്റെ ഭാഗത്തിൽ സ്ട്രോങ് ആയിട്ടുണ്ടാകും. ഞങ്ങൾ അങ്ങനെ ആരെങ്കിലും ഉള്ള പോലീസ് ഉദ്യോഗസ്ഥരെ ഞങ്ങൾ അപ്പോൾ തന്നെ ഐഡന്റിഫൈ ചെയ്ത് അപ്പോൾ തന്നെ ഞങ്ങൾ നടപടികൾ എടുക്കാറുണ്ട്. മുൻപുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഈ സംഭവവുമായിട്ട് അന്വേഷണം നല്ല രീതിയിലാണ് പോകുന്നതാണ്. നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും എനിത്തിങ് നമ്മൾ കണ്ടെത്തിയാൽ, നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടാൽ ഇമ്മീഡിയറ്റ്ലി വിൽ ടേക്ക് നെസസറി ആക്ഷൻ. ലൈസൻസ് ഇല്ലാത്തതും അസാൻമാർഗിക പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നതുമായ സ്ഥാപനങ്ങൾക്ക് സംരക്ഷണം നൽകുന്നതിനായിട്ടാണ് ഈ പണം മാസപ്പടി എന്ന മട്ടിൽ പോലീസ് ഉദ്യോഗസ്ഥർ കൈപ്പറ്റുന്നത് എന്നാണ് മറ്റുള്ള ആളുകൾ ആരോപണം ഉന്നയിക്കുന്നത്. നഗരമധ്യത്തിൽ ആക്രമണം നടന്നിട്ടും പോലീസ് കേസെടുക്കാൻ വൈകിയത് ഗുണ്ടകളും പോലീസും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് കൊണ്ടാണെന്നാണ് ആക്രമണം നടന്ന സ്പായിലെ ഉടമസ്ഥന്റെ ആരോപണം. പക്ഷേ പോലീസ് അത് ഖണ്ഡിക്കുന്നു. കാരണം വീഴ്ച പറ്റിയിട്ടില്ല. കാരണം അവിടെ പരാതി കിട്ടാതെ തന്നെ പോലീസ് അവിടെ കേസെടുത്തു. പോലീസിനൊരു രഹസ്യ വിവരം കിട്ടുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ സ്ഥാപനത്തിൽ പോയി ആ ജീവനക്കാരുടെ ഉൾപ്പെടെ മൊഴിയെടുത്ത് ആ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് കേസെടുത്തതെന്ന് SP വിശദീകരിക്കുന്നുണ്ട്. ആക്ച്വലി സംഭവം നമുക്ക് പരാതി വരും മുൻപ് തന്നെ നമുക്ക് കിട്ടിയ വിവരമാണ്, രഹസ്യ വിവരമാണ്. നമ്മുടെ ഒരു ഉദ്യോഗസ്ഥർ, സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ കിട്ടിയ വിവരമാണ്. അതിൻ്റെ ബേസിസിൽ നമുക്ക് വിവരം കിട്ടി. അപ്പോൾ ഇമ്മീഡിയറ്റ് SHO തിരുവല്ലക്ക് നിർദ്ദേശം കൊടുത്ത് അദ്ദേഹം സ്പോട്ട് എത്തി
സംഭവ സ്ഥലത്തെത്തി അവിടെയുള്ള CCTV പരിശോധിച്ച് അവിടെയുള്ള വിക്ടിമുടെ ജീവനക്കാരുടെ സംസാരിച്ച് നടന്ന സംഭവം മനസ്സിലായി അപ്പോൾ തന്നെ മൊഴിയെടുത്ത് അണ്ട് കേസെടുത്ത് അതുമാത്രമല്ല ആ സ്പോട്ടിൽ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രധാന പ്രതിയായ സുബിൻ അലക്സാണ്ടർ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് നടപടികൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സമയബന്ധിതമായിട്ട് ടൈംലി ആക്ഷന് പോലീസിന്റെ ഭാഗത്തിൽ ഇതിൽ ഉണ്ടായിട്ടുണ്ട്. മറ്റ പ്രതിയും കൂടി രണ്ടാമത് ഒരു പ്രതി അയാളുടെ സഹപ്രവർത്തകരായിട്ട് ഉണ്ടായ ബിർലിൻ ദാസയും പിടിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള പ്രതികളെ പിടിക്കാനുള്ള ഞങ്ങൾ 3 അംഗ സംഘം അവിടെ ഉണ്ട്. തിരുവല്ല DSP സൂപ്പർവൈസറുണ്ട്, ഞാനും മോണിറ്റർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എത്ര പെട്ടെന്ന് പിടിക്കാനുള്ള നടപടികൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഈ സംഭവം 1-ാം തീയതി ഇത് സംഭവിച്ചതാണ്. പക്ഷേ ഇത് പരാതികളോ യാതൊന്നോ നമുക്ക് അവർ കൊടുത്തിട്ടില്ല. നമുക്ക് അടുത്ത 2-ാം തീയതിയാണ് നമുക്ക് ഇതിനായിട്ടുള്ള വിവരം നമ്മളെ ഉദ്യോഗസ്ഥർക്ക് കിട്ടുന്നതാണ്. ആ ഉദ്യോഗസ്ഥർ കിട്ടുന്ന മുറയ്ക്ക് തന്നെ നേരിട്ട് എനിക്കും സ്പെഷ്യൽ ബ്രാഞ്ച് DSP വിവരം കൈമാറി. അപ്പോൾ തന്നെ നമ്മൾ തിരുവല്ല SHO ഇമ്മീഡിയറ്റ്ലി ആക്ട് ചെയ്തു. ടൈംലി ആക്ഷൻ എടുത്തിട്ടുണ്ട്. ഇൻഫാക്ട് വിക്ടിമിന് വേണ്ടിയുള്ള എല്ലാ നിയമസഹായമോ ഡെൽസായിട്ട് ബന്ധപ്പെട്ട് അവർക്കായിട്ട് ലീഗലി ഉള്ള സഹായങ്ങൾ, അവർക്കുള്ള സപ്പോർട്ട്, കൗൺസിലിംഗ് അടക്കമുള്ള കാര്യങ്ങൾ പോലീസിൽ നിന്ന് ഭാഗത്തിൽ നിന്ന് നല്ല രീതിയിൽ അത് ഉണ്ടാകും. സംഭവം അത് കൊട്ടേഷനാണോ എന്ന് വ്യക്തമല്ല. പക്ഷേ ആ സ്പാ ഉടമ പറയുന്നത് കൊട്ടേഷനാണെന്നാണ്. എന്തായാലും സ്പാ ഉടമയിൽ നിന്നും മൊഴിയെടുത്തു. മൊഴികളിൽ വിശദമായിട്ടുള്ള അന്വേഷണം നടക്കുകയാണ് എന്നാണ് പോലീസ് പറയുന്നത്. സ്പാ ഉടമ പറഞ്ഞ കൊട്ടേഷൻ സാധ്യത അത് അന്വേഷിക്കുമെന്നും പോലീസ് പറയുന്നുണ്ട്. പണം ചോദിച്ചു വന്നതാണ് അവർ. ബാക്കി കാര്യങ്ങൾ അത് വിശദമായിട്ടുള്ള അന്വേഷണത്തിന് ശേഷമായിരിക്കും ഉണ്ടാവുക എന്നുകൂടി ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. ആ ഉടമയെ തന്നെ നമ്മൾ മൊഴിയെടുത്തിട്ടുണ്ട്. തിരുവല്ല DSP അദ്ദേഹത്തിന് മൊഴിയെടുത്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇനി വരുന്ന കാര്യങ്ങൾ നമ്മൾ അതിനെ അന്വേഷിക്കാം. അദ്ദേഹം പറഞ്ഞ 1-2 കാര്യങ്ങൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അതിൽ അന്വേഷിച്ച് അതിൽ നിങ്ങൾ ഉള്ള കാര്യങ്ങൾ എന്തെങ്കിലും നടപടി ഉണ്ടെങ്കിൽ എടുത്തിട്ട് അത് അറിയിക്കാം. നമ്മൾ പ്രിലിമിനറി ആയിട്ട് നമ്മൾ ഇതുവരെ അന്വേഷിച്ചതിൽ ഇതുവരെ കിട്ടിയതിൽ ഇവർ പണം ചോദിച്ചാണ് വന്നതാണ്. അപ്പോൾ ആ പണം ചോദിച്ചു കൊടുക്കാത്തതിലാണ് ഇങ്ങനെ ഒരു ക്രൂരമായിട്ട് മർദ്ദിക്കാനോ ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ബാക്കി ഞങ്ങൾ വിക്ടിമായിട്ടും അതേപോലെ ഉടമസ്ഥനായിട്ടുള്ള മൊഴി ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അത് ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷണം നടത്താം. ഇതിൽ വേറെ എന്തെങ്കിലും മോട്ടീവോ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനായിട്ടുള്ള സ്ട്രോങ് ആക്ഷൻ വിൽ ടേക്ക് ആൻഡ് വിൽ ടേക്ക് കാപ്പ പ്രപ്പോസൽ ഇപ്പോൾ റെഡിയായി വരുന്നുണ്ട്. ഒരാഴ്ചയിൽ തന്നെ നിങ്ങൾ ജില്ലാ കളക്ടർക്ക് കൊടുത്തിട്ട് അദ്ദേഹത്തെ വീണ്ടും കരുതൽ തലങ്ങളിലാക്കണം. അതേപോലെ ഈ കേസിന് നിങ്ങൾ സ്റ്റാറ്റ്യൂട്ടറി പീരീഡിൽ തന്നെ അന്വേഷണം പൂർത്തിയാക്കി ഞങ്ങൾ ചാർജ് കൊടുത്ത് ഈ ജുഡീഷ്യൽ ട്രയൽ അടക്കം ചെയ്യാനുള്ള നടപടികൾ നിങ്ങൾ ചെയ്യുകയോ ഉറപ്പായിട്ടുള്ള ശിക്ഷ കിട്ടാനുള്ള കാര്യങ്ങളടക്കം നിങ്ങൾ ചെയ്യും. കാപ്പ ഉൾപ്പെടെ വീണ്ടും ചുമത്തി പുറത്തിറങ്ങാത്ത മട്ടിലാക്കുമെന്നാണ് പറയുന്നത് മരണം സുബിനെ. എന്താണെങ്കിലും 6 പ്രതികളാണ് ആ കേസിലുള്ളത്. പക്ഷെ അതിൽ 2 പേരെയാണ് ആകെ അറസ്റ്റ് ചെയ്തത്. പ്രധാന പ്രതിയായിട്ടുള്ള സുബിൻ അലക്സാണ്ടറിനെയും ഒപ്പം 2-ാം പ്രതിയായിട്ടുള്ള ബെർലിൻ ദാസിനെയും. ബാക്കി പ്രതികൾ ഇതുവരെയും പിടിയിലായിട്ടില്ല. എന്തുകൊണ്ടായിരിക്കാം? എന്താണെങ്കിലും ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ തിരുവല്ല DYSPയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം അന്വേഷണം നടത്തുന്നുണ്ട്. ഈ സ്പാകളിൽ നടക്കുന്നത്, അവിടെ സംഭവിക്കുന്ന ഇത്തരം ഗുണ്ടാപ്പിരികൾ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസിൻ്റെ മൗനസമ്മതം? ഈ ഉയർന്ന ശമ്പളമുള്ള ടെക്കികൾ കുറവാണ്. അപ്പോൾ ഉയർന്ന വരുമാനത്തിന് വേണ്ടി കുറച്ച് മലയാളി പയ്യന്മാർ ടെക്കികൾ ചെയ്ത പരിപാടി എന്തെന്നോ, തായ്ലൻഡിൽ നിന്ന് കഞ്ചാവ് കടത്തുക. ആ സംഘത്തെ പിടികൂടി ചെന്നൈയിൽ വെച്ച്. അതിലേക്ക് എത്താൻ വിശദമായി ഇടവേളയ്ക്ക് ശേഷം. കഞ്ചാവ് കടത്തിയ 6 മലയാളി ടെക്കികൾ പിടിയിൽ. ചെന്നൈയിലേക്ക് എത്തിയത് തായ്ലൻഡിൽ നിന്ന്. പിടികൂടിയത് 23 കോടിയുടെ കഞ്ചാവ്. ചെന്നൈ വിമാനത്താവളത്തിൽ കസ്റ്റംസ് ആണ് ഈ സംഘത്തെ പിടികൂടുന്നത്. തായ്ലൻഡിൽ നിന്നാണ് ഈ കഞ്ചാവ് കടത്ത്. ഏതാണ്ട് 23 കോടി രൂപ വില വരുന്നതാണ് ആ മുതൽ എന്ന് പറയുന്നു. അതായത് സാധാ കഞ്ചാവല്ല, ഹൈഡ്രോപോണിക് കഞ്ചാവ് എന്നാണ് അതിന് പറയുക.
അങ്ങനെ 6 മലയാളികളാണ് ഈ സംഘത്തിലുണ്ടായിരുന്നത്. ഭക്ഷണ പാക്കറ്റുകളിലും ചോക്ലേറ്റ് പാക്കറ്റുകളിലുമൊക്കെ ഒളിപ്പിച്ചായിരുന്നു ഈ കഞ്ചാവ് കടത്ത്. IT ജീവനക്കാരാണ് പിടിയിലായവർ. അത് കാസർഗോഡ് മുതൽ കൊച്ചി വരെയുള്ള ആളുകളുണ്ട്. അതിൽ ഈ കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘമാണ് പിടിയിലായത് എന്നാണ് ചെന്നൈ കസ്റ്റംസ് പറയുന്നത്. 2 വിമാനങ്ങളിലായിട്ടായിരുന്നു ഇവരുടെ യാത്ര. ബാങ്കോക്കിൽ നിന്ന് 4 പേരടങ്ങുന്ന സംഘം ആദ്യമെത്തി. ബാങ്കോക്കിലേക്ക് പോയത് വിനോദസഞ്ചാരത്തിനായിട്ടാണ് എന്നാണ്, അതിനുശേഷം മടങ്ങി വരികയാണെന്നാണ് ഇവർ കസ്റ്റംസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞത്. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. തായ്ലൻഡിൽ എത്തി പിറ്റേ ദിവസം തന്നെ ഇവർ തിരികെ നാട്ടിലേക്ക് വിമാനം കയറി. അതിലൊരു അസ്വാഭാവികത ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് തോന്നി. കാരണം വിനോദയാത്രയ്ക്ക് പോയി എങ്കിൽ ഒരു ദിവസം കൊണ്ട് തായ്ലൻഡിൽ നിന്ന് മടങ്ങിയെത്താൻ സാധ്യതയില്ലല്ലോ എന്ന്. അങ്ങനെയാണ് ഇവരുടെ ബാഗ് വിശദമായി പരിശോധിച്ചത്. 15 കിലോ ഹൈഡ്രോപോണിക് കഞ്ചാവാണ് ഈ ആദ്യ സംഘത്തിൽ നിന്നും കണ്ടെത്തിയത്. രാജ്യാന്തര വിപണിയിൽ ഏതാണ്ട് 15 കോടിയോളം രൂപ ഇതിന് വില വരും. ബാങ്കോക്കിൽ നിന്ന് പുലർച്ചെയോടെ 2ാമത്തെ വിമാനമെത്തി. അതിലും സമാനമായിട്ടുള്ള ഒരു സംഘമുണ്ടായിരുന്നു. അത് 2 പേർ. ആദ്യത്തേതിന് സമാനമായിട്ടുള്ള സംഭവങ്ങളാണ് അവരും പറഞ്ഞത്. തായ്ലൻഡിൽ നിന്ന് എത്തിയതിന് പിറ്റേ ദിവസം തന്നെ തായ്ലൻഡിലേക്ക് എത്തി. പിറ്റേ ദിവസം തന്നെ ഇവർ നാട്ടിലേക്ക് വിമാനം കയറി. അങ്ങനെ അവരുടെ ബാഗും പരിശോധിച്ചു. ആ ലഗേജിനുള്ളിൽ ഉണ്ടായിരുന്നു 8 കിലോ ഹൈഡ്രോപോണിക് കഞ്ചാവ്. ഏതാണ്ട് 8 കോടിയോളം രൂപ രാജ്യാന്തര വിപണിയിൽ ആ കഞ്ചാവിന് വില വരും. അങ്ങനെ 15 + 8 23 കോടി രൂപയുടെ ഹൈഡ്രോപോണിക് കഞ്ചാവാണ് ചെന്നൈ കസ്റ്റംസ് മലയാളികളിൽ നിന്ന് പിടിച്ചെടുത്തത്. ഈ 6 പേരും കേരളത്തിൽ നിന്നുള്ള ബിരുദധാരികളാണെന്നാണ് കസ്റ്റംസ് പറയുന്നത്. സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരാണ് ഇതിൽ കൂടുതൽ പേരും. വിദ്യാഭ്യാസം നല്ല രീതിയിൽ കിട്ടി, പക്ഷേ അതിനനുസരിച്ച് ഉള്ള ജോലി ലഭിച്ചില്ല. ഇതേ തുടർന്ന് ഈ പരിപാടിക്കായി മുന്നിട്ടിറങ്ങി എന്നാണ് ചോദ്യം ചെയ്യലിൽ ആ പ്രതികൾ ഉദ്യോഗസ്ഥരോട് പറഞ്ഞത്. തുച്ഛമായിട്ടുള്ള വരുമാനം കൊണ്ട് ആഡംബര ജീവിതം അത് സാധിക്കുന്നില്ല, അതിനുള്ള പണം തികയുന്നില്ല. അങ്ങനെ പെട്ടെന്ന് പണം കണ്ടെത്താനുള്ള വഴിയായി ഈ കഞ്ചാവ് കടത്ത്, രാജ്യാന്തര കഞ്ചാവ് കടത്ത് തിരഞ്ഞെടുക്കുകയായിരുന്നു എന്നാണ് പ്രതികൾ പറയുന്നത്. ഒരുപക്ഷേ അത് അവരുടെ നിസ്സഹായ അവസ്ഥയായിരിക്കാം. വലിയ വിദ്യാഭ്യാസം നേടിയിട്ടും ഉയർന്ന ജോലി കിട്ടാതെ, വേണ്ടത്ര ശമ്പളം കിട്ടാതെ ഇത്തരം ഒരു ക്രൈമിലേക്ക് ഇറങ്ങേണ്ടി വരുന്ന സാഹചര്യം പക്ഷേ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ 6 മലയാളി പയ്യന്മാരും ജയിലിനകത്താണ്. അവരുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. നിഗൂഢതകളുടെ ഈ 20ാം മണിക്കൂർ ഇനി തിങ്കളാഴ്ച. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.